ഹേ എവ്രി വൺ വെൽക്കം ടു ബൈഫിദ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ റമളാനൊക്കെ ആയ അപ്പം റമളാൻ നോമ്പ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് ഈ നോമ്പ് എടുക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ല എന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ റമളാൻ വരുമ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മുടെ ബോഡി റിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ടോക്സിൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ കുറയും. നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് ഒക്കെ കുറയാണ് ചെയ്യുന്നത് ഓരോ നോമ്പ് വരുമ്പോഴും. പിന്നെ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം കൂടും. സത്യം പറഞ്ഞാൽ ഈ ഫാസ്റ്റിംഗ് മെറ്റബോളിസം കൂട്ടും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ വെയിറ്റ് ലോസിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത്, ഫാസ്റ്റിംഗ് ചെയ്യാണ്. അപ്പോൾ ഈ റമളാൻ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ചാൻസും കൂടിയാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വലി ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയങ്കര അതിൻ്റെ ഒരു മെൻ്റൽ ഹാപ്പിനെസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ പടച്ചോന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മെൻ്റൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ സ്ട്രെസ്സ് കുറയും, നമ്മുടെ മൈൻഡ് കുറേ ബെറ്റർ ആവും, നമ്മളെ സ്ട്രെസ്സ് കുറേ കുറയും എന്നാണ് പറയാം. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാവും. നിങ്ങൾ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കൊല്ലം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ റമളാൻ മാസമാണ്. അപ്പം നമ്മൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവും. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കൊരു സെൽഫ് കൺട്രോൾ വരില്ലേ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ, അതുണ്ട്. പിന്നെ വേറെ കാര്യം റമളാനെ കൊണ്ടുള്ള ഏറ്റവും ഗുണം ഇത് മൈൻഡിൽ നമുക്ക് സത്യം പറഞ്ഞാൽ എമ്പതി വളർത്തുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റമളാൻ എന്നാണ് സംഭവം ഉണ്ടാക്കിയത് തന്നെ നമ്മൾ പാവങ്ങളുടെ വിശപ്പറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പാവങ്ങളുടെ വിശപ്പറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും, നമുക്കും ഒരു എമ്പതിയൊക്കെ വരും മനസ്സിൽ. പിന്നെ നോമ്പ് കാരണം വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത് വളരെയധികം കുറക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ഹെൽത്തിന് നമുക്ക് ചെയ്തിടുന്ന ഒരു കാര്യമാണ് റമളാൻ നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് എങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ സുഹൂറിനും നമ്മൾ ഫുഡ് നോമ്പ് തുറക്കുന്ന സമയത്തും ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചാലേ ഇതൊക്കെ നമുക്ക് ആ ബെനിഫിറ്റ്സ് നമുക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് കറക്റ്റായി കഴിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ അല്ലെ സുഹൂറിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം വയർ ഫുള്ളാക്കി വെക്കുന്ന ടൈപ്പ് ഫുഡ് കഴിക്കുക. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും. കാർബോഹൈഡ്രേറ്റ്സ് കുറേ കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചോറും കുറേ അരി ഭക്ഷണങ്ങൾ വളരെയധികം കഴിക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ ചിക്കൻ, മീറ്റ്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കുറേ ഒരു 6-7 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് തീർക്കുക. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ കുറച്ച് ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക, അതിന് മുന്നേ കുടിക്കാൻ നോക്കുക. അതായത് നമ്മൾ എപ്പോഴും നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായി വെള്ളം കുടിക്കുക. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. പിന്നെ വേറെ കാര്യം ഇഫ്താറിൻ്റെ സമയത്താണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ പൊരിക്കടികൾ വളരെയധികം കുറക്കുക. പൊരിക്കടികൾ കുറേ കഴിച്ച് അതൊരു മാസീവ് ഫുഡായിരിക്കും. പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ നിസ്കരിച്ച് വന്നതിന് ശേഷം അതിലും വലിയ വേറൊരു ഫുഡ് കഴിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. നിങ്ങൾ ഒരു ഫുഡായി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിന്നർ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൈറ്റ്സ് ഒക്കെ എടുക്കാം എന്നല്ലാതെ. പിന്നെ നന്നായി റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ് ചെയ്യാതെ നോമ്പെടുക്കുന്ന നമ്മുടെ മോട്ടിവേഷൻ തന്നെ കുറക്കും. നമുക്ക് ആ ഒരു പിന്നീട് അടുത്ത ദിവസങ്ങളിലൊന്നും ആ ക്ഷീണം കാരണം പിന്നെ എടുക്കാൻ തന്നെ തോന്നണം എന്നില്ല. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇഷ്ടമില്ലാതെ എടുക്കും. അത് പിന്നെ നമ്മൾ സ്പിരിച്വാലിറ്റിനെ പോലെ എഫക്റ്റ് ചെയ്യും. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ നന്നായി റെസ്റ്റ് ചെയ്യുക, നന്നായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നന്നായി കഴിക്കുക. കുറേ കഴിക്കരുതെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഈ മെഡിക്കേഷൻസിൻ്റെ കാര്യം, നമ്മൾ ഈ നോമ്പിന് ഏറ്റവും കൂടുതൽ നമുക്ക് മെഡിസിൻസ് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ മെഡിസിൻസ് എടുക്കാൻ മറന്നു പോകുന്നൊരു ടൈമാണ് ഈ നോമ്പ് വരുന്ന സമയം. കാരണം നമ്മുടെ ആ ഒരു ഫുഡിൻ്റെയും പിന്നെ ഉറക്കത്തിൻ്റെ ഒക്കെ പാറ്റേൺ കുറച്ച് മാറും. നമ്മൾ പൊതുവേ രാവിലെ കുറേ കഴിഞ്ഞ് എണീക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നേരത്തെ എണീക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ഇപ്പം പല മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളുണ്ട്, വെറും വയറ്റിൽ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ സൂക്ഷിച്ച് മെഡിക്കേഷൻസ് എടുക്കാൻ നോക്കുക. അതിനനുസരിച്ച് ഉറക്കമൊക്കെ അതിലൊരു മുടക്ക് വരുത്തരുത്. കാരണം മെഡിക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകണം, മെഡിക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.
അപ്പം അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാം. അപ്പം നിങ്ങൾ എന്തായാലും നോമ്പ് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. റമദാൻ മാസം ഭയങ്കര ഹാപ്പിയായി മുന്നോട്ട് എൻജോയ് ചെയ്ത് തന്നെ പോകണം. നമുക്ക് കുറേ ബെനിഫിറ്റ്സ് തരുന്ന ഒരു മാസമാണ്, ഭയങ്കര പുണ്യമുള്ളൊരു മാസമാണ്. എല്ലാവർക്കും അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ MBBS പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നീറ്റിന് ആസ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അവർക്കൊക്കെ എൻ്റെ വീഡിയോസ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.